അച്ഛമ്മ അച്ഛമ്മ വരട്ടെ. ആഹാ, അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്റെ കുഞ്ഞിനെ ഇട്ടിട്ട് എവിടെ പോയേക്കണേന്ന്. എന്താ മോളെ? ആ അതേ വരുന്നു. അച്ഛനല്ലേ? ഗോവിന്ദൻകുട്ടി, ഇനിയെങ്കിലും ഒരു തീരുമാനം പറ. എന്റെ അവസ്ഥ അറിയാലോ. അതറിയാവുന്നുള്ളത് കൊണ്ടാ ഇത്രയും കാലം ചോദിക്കാതിരുന്നത്. ഞാൻ തരാം. തരാന്ന് പറഞ്ഞാ മതിയോ? തരണ്ടേ? അതിനുള്ള ഒരു ഡേറ്റ് പറ. അമ്മ മരിച്ചിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. അക്കാര്യം ഒന്നും പറയണ്ട. അതിന് മുമ്പ് വാങ്ങിയ പണമെങ്കിലും താ. പലിശ ഒന്നും നീ തരണ്ട. ഞാൻ ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയാ. അറിയാം. എന്നിട്ടും നീ ഒന്ന് ചോദിച്ചപ്പോ ഞാൻ പണം തന്നില്ലേ? എത്രയാ നീ വാങ്ങിച്ചത്? അമ്മയുടെ ആശുപത്രി ചെലവ്, ആംബുലൻസ് ചെലവ്, ശവദാഹം, ഇപ്പൊ എല്ലാം കൂടെ രൂപ എത്രയായെന്ന് വല്ല ഓർമ്മയുണ്ടോ നിനക്ക്? ഞാൻ തരാൻ ചേട്ടാ, നിവർത്തിയില്ലാഞ്ഞിട്ടല്ലേ. നീ ഇങ്ങനെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന എങ്ങനെ നിവൃത്തി ഉണ്ടാവും? എന്തെങ്കിലും ഒരു പണിക്ക് പോകുന്നുണ്ടോ നീ? ഇല്ല. എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടോ നിനക്ക്? അതും ഇല്ല. എങ്ങനെ തരും? എപ്പ തരും? നീ ചുമ്മാ തരാന്ന് പറയുമ്പോ അതും കേട്ട് തലയും കുലുക്കി പോവാൻ ഞങ്ങളത്ര മണ്ടന്മാരൊന്നുമല്ല. ഞാൻ എവിടെയെങ്കിലും പണിക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക. കഴിഞ്ഞ ഒരു ദിവസം വന്നപ്പോഴും നീ ഇത് തന്നെയാണ് പറഞ്ഞത്. ഈ കുഞ്ഞിനെയും വെച്ചോണ്ട് നീ എവിടെ ജോലിക്ക് പോവാനാ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. ഈ കുട്ടിയെ നോക്കാൻ നിന്റെ അമ്മയുണ്ടായിരുന്നപ്പോഴും നീ ഇതൊക്കെ തന്നെ പറഞ്ഞത്. അന്നും നിനക്ക് തരാൻ ഉത്സാഹമില്ല, ഇന്നുമില്ല. ഒരു കാര്യം ചെയ്, ഈ പുരയിടത്തിന്നൊരു 10 സെന്റ് എഴുതി തന്നേക്ക്. കുറ്റിക്കട എന്നാലും വേണ്ടില്ല, വെട്ടിത്തെളിച്ച് 10 വാഴ നടാലോ. അങ്ങനെയൊന്നും ചോദിക്കരുത്. തരാമെന്ന് പറഞ്ഞല്ലോ, തരും. നിങ്ങളെ പറ്റിച്ചോണ്ടൊന്നും പോവില്ല ഞാൻ. കുറേച്ചാണെങ്കിലും തന്ന് തീർക്കും. നീ കള്ളു കുടിച്ച് കളഞ്ഞ കാശ പകുതിയും. അതുകൊണ്ട് പൈസയുടെ കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവും ഇല്ല. അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഞാൻ കുറച്ച് പൈസ തരാം. ശരി, അടുത്ത ആഴ്ച ഞങ്ങൾ വരും. അന്നേരം ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞ ഞങ്ങളുടെ വിധം മാറും പറഞ്ഞേക്കാം. പലവഞ്ചനം 68 രൂപ. പച്ചക്കറി
ആ രത്നം, നീ ആ ചിട്ടി പൈസ കൊടുത്തായിരുന്നോ? കൊടുത്തു. എത്രയാ? 1400. ആ, ചിട്ടി അടച്ചത് 1400 രൂപ. എന്തു പറ്റി? എന്തടി? ഞാൻ എത്ര ദിവസം കൂടി ഉണ്ടാവും ഈ സ്ഥാനത്ത്? മനസ്സിലായില്ല. വിജയേട്ടന്റെ ഭാര്യ പദവിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി എത്ര ദിവസം കൂടി ഉണ്ടാവും ഈ കണക്കും കാര്യങ്ങളും ഭരണവും താക്കോലും എല്ലാം പുതിയതായി ചാർജ് എടുക്കുന്നയാൾക്ക് കൈമാറണല്ലോ. മുൻപേ പ്രിപ്പയർ ചെയ്ത് വെച്ച ജോലി എളുപ്പമായി. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം വിജയേട്ടാ? വിജയേട്ടന്റെ അമ്മ വിജയേട്ടന് വേണ്ടി കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. എന്റെ അമ്മ അതിന് സപ്പോർട്ട്. എന്റെ അനുജത്തെ തന്നെ വിജയേട്ടന് തരാൻ റെഡി. അതെ, ഇതിലൊന്നും എനിക്കൊരു പങ്കുമില്ല. വിജയേട്ടന് പറയാലോ രണ്ടാം കല്യാണം വേണ്ടെന്ന്. വേണമെന്ന് ഞാൻ പറഞ്ഞോ? ഉള്ളിലെ ആഗ്രഹം കാണുമായിരിക്കും. ഓരോരുത്തരുടെ മനസ്സ് തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ. എടി, ഞാൻ അറിഞ്ഞുകൊണ്ടല്ലേ ഇതൊന്നും. ഞാൻ ആരോടും കെട്ടാന്നും പറഞ്ഞിട്ടില്ല, കെട്ടിക്കണമെന്നും പറഞ്ഞിട്ടില്ല. എടി, എൻ്റെ അമ്മ വല്ല ഭോഷത്തരവും പറഞ്ഞ നിന്റെ അമ്മ ഉടനെ അത് അംഗീകരിച്ചു കൊടുക്കണോ? അവരെന്തിനാ നിന്റെ അനുജത്തെ തളികയിലെടുത്ത് വെച്ച് എനിക്ക് തരാനിരിക്കുന്നത്? എടി, നിനക്ക് നിന്റെ അമ്മയോട് പറയരുതോ ഇതൊന്നും നടപ്പില്ലെന്ന്? ഞാൻ പറഞ്ഞിട്ട് എന്താ ഫലം? വിജയേട്ടന്റെ അമ്മ വിജയേട്ടന് വേണ്ടി രണ്ടാം കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കല്ലേ. എന്റെ മംഗല്യച്ചാരുടെ അറുത്തിട്ട് വേറൊരുത്തി വിജയേട്ടന്റെ ഭാര്യയായി വരുന്നതിനേക്കാൾ ഭേദം എന്റെ അനുജത്ത് തന്നെയാണല്ലോ എന്ന് എന്റെ അമ്മ വിചാരിച്ചു കാണും. അതിലെന്താ തെറ്റ്? നിന്റെ അമ്മ വാ തുറന്ന് പറയണോടി, ഒരു മകളെ ഞാൻ വിജയന് കൊടുത്തു, ഇനി എനിക്ക് ഒരു മകളെ കൂടി കൊടുക്കാൻ മനസ്സില്ലെന്ന്. മറുവശത്ത് നിൽക്കല്ലേ വേറെ പെണ്ണുങ്ങളുടെ ക്യൂ. അതുകൊണ്ടാ അമ്മ പറയാത്തത്. സുനിതയെ വിജയേട്ടന് കല്യാണം കഴിപ്പിച്ചു തരാന്ന് പറയുന്നത് അമ്മയ്ക്ക് മനസ്സുണ്ടായിട്ടല്ല. സുനിതയ്ക്കും ഇല്ല താല്പര്യം. എന്റെ താലിച്ചേരുടെ അറ്റു പോകാതിരിക്കാൻ വേണ്ടി മാത്ര. എടി, ഞാൻ നിന്നെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഡൈവോഴ്സ് ആവശ്യപ്പെട്ടോ? അതും ഇല്ല. വേറെ കല്യാണം കഴിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയോ? പിന്നെ എന്ത് കണ്ടിട്ടാ നിന്റെ ഈ വെകിളി? അല്ല, വിജയേട്ടന്റെ അമ്മ. അമ്മ മാത്രം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നടക്കുവോ? അമ്മ പോയി ഏതെങ്കിലും പെണ്ണിന്റെ കഴുത്തി താലി കെട്ടിയാ അവളെന്റെ ഭാര്യയാവോ? അമ്മ വാവിട്ടെന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ഞാൻ എന്ത് പിഴച്ചു? അമ്മയുടെ പാട്ടിന് വിട്ടേക്ക്. കല്യാണം ആലോചിക്കോ, ബ്രോക്കർമാരെ വിളിച്ചു വരുത്തിയോ, തലകുത്തി മറിയോ, എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ഒരെണ്ണത്തിനെ കൊണ്ട് തന്നെ സ്വസ്ഥത സമാധാനമില്ല. അന്നേരോ ഇനി ഒരെണ്ണത്തിനെ കൂടി കെട്ടാൻ പോകുന്നത്. ഇതല്ലാതെ നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? വിജയേട്ടാ, നമുക്ക് ആ കുഞ്ഞിനെ ദത്തെടുക്കാം. ഏതു കുഞ്ഞിനെ? ഗോവിന്ദൻകുട്ടിയുടെ. അയാള് തരില്ല എന്ന് പറഞ്ഞില്ലേ? വിജയേട്ടൻ ഒന്നും കൂടി ചോദിക്കേ. ഒന്ന് മനസ്സിരുത്തി ചോദിച്ചാ ഗോവിന്ദൻകുട്ടി തരും. എടീ, ചോദിച്ച് നാണം കെടുന്ന നിനക്ക് ഒരു അതിരില്ലേ? ഗോവിന്ദൻകുട്ടി ഇപ്പൊ ആ കുഞ്ഞിനെയും കൊണ്ട് നട്ടം തിരിഞ്ഞ് നടക്കുകയായിരിക്കും. നോക്കാൻ ആളില്ല, കയ്യിൽ പൈസ ഇല്ല. ആ വീടാണെങ്കിൽ എപ്പോ ഇടിഞ്ഞു വീഴുന്ന ഈശ്വരന് മാത്രം അറിയൂ. എടീ, അവനെന്ത് വിചാരിക്കും നമ്മളിങ്ങനെ കൂടെ കൂടെ കുഞ്ഞിനെ ചോദിച്ചോണ്ട് ചെന്ന്? വേറെ വല്ല ഓർഫനേജിൽ നിന്നും അഡോപ്റ്റ് ചെയ്താൽ മതിയോ? വേണ്ട, അതൊക്കെ എങ്ങനെ ജനിച്ചാണെന്ന് ആർക്കറിയാം. എടീ, ഭൂമിയിലെ മനുഷ്യക്കുഞ്ഞുങ്ങളെല്ലാം ജനിക്കുന്നതേ ഒരച്ഛൻ്റെ അമ്മയുടെയും മകളോ മകനോ ആയിട്ടാ, അല്ലാതെ വിത്ത് ഭാഗ്യം മുളപ്പിച്ചിട്ടൊന്നുമല്ല. ഇതാണെങ്കിൽ ഗോവിന്ദൻകുട്ടിയെ നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഓടനാവട്ടത്തെ വലിയ ജന്മിയുടെ മോളല്ലേ ആ കുഞ്ഞിന്റെ അമ്മ. അതിന്റെ തറവാടിത്തം ഐശ്വര്യമൊക്കെ ആ മുഖത്തുണ്ട്. നമുക്കത് തന്നെ മതി വിജയേട്ടാ. ഒരു തവണയും കൂടെ പോയി ചോദിച്ചു നോക്കാം.
ശരി, നോക്കാം. ആ എടീ, ആ ചിട്ടിക്കാശ് എത്രയാന്നാ പറഞ്ഞേ? മോളെ മോളെ വെയിലത്ത് മാറി തള്ളത്തോട്ടിരിക്കുക. തണലോ? അതെവിടെയാ അച്ഛാ? ദോ അവിടെ. ദോ അവിടെ. മോളെ ആ അവിടെ ഇരുന്നോ, അച്ഛൻ പോരും കേട്ടോ. അച്ഛപ്പ വരൂ കേട്ടോ. ഇവിടെ ഇരുന്നു. മോളെ 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 എന്റെ ദൈവമേ. ആഹാ, ഇതാണോ പണി?
നിന്നെയൊക്കെ ഒരു ജോലി ഏൽപ്പിച്ചാ ഇങ്ങനെയാണോ ജോലി ചെയ്യുന്നത്? മോള് ഇവിടെ നിലത്ത് കിടന്ന് ഉറങ്ങിപ്പോയി. അതിന് ഞാനെന്ത് വേണം? വൈകുന്നേരം നീ വന്ന് കൂലി ചോദിക്കുമ്പോഴേ ഞാൻ എണ്ണി തരണം. അതോ ഞാനും ഉണങ്ങിപ്പോയെന്നങ്ങ് പറഞ്ഞാൽ മതിയോ? ഒരു 5 മിനിറ്റേ ആയിട്ടുള്ളൂ. നീ കൊച്ചിനെയും കൊണ്ട് രാവിലെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇതിവിടെ നടക്കത്തില്ല പോകുന്ന കുട്ടിയെന്ന്. കൊച്ചു കരയും, കൊച്ചു കിണുങ്ങും, കൊച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, അതിന്റെ കാലേ മുള്ളുകൊള്ളും, എറുമ്പ് കടിക്കും. ഇതൊക്കെ നോക്കാനും നിനക്ക് നേരം കാണത്തുള്ളൂ. ഏയ്, എന്ന് വെച്ചിട്ട് എനിക്ക് എന്റെ മോളെ കളഞ്ഞിട്ട് വരാൻ പറ്റുമോ? നിങ്ങളൊരു മനുഷ്യനല്ലേ? നിങ്ങൾക്കില്ലേ മക്കള്? എന്റെ മക്കൾക്ക് നീ ചെലവിന് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്റെ ചെലവിൽ നിന്റെ കൊച്ചിനെ നോക്കുന്ന പരിപാടി ഇവിടെ നടക്കത്തില്ലെന്നാ പറഞ്ഞേ. പറ്റത്തില്ലെന്ന് പറഞ്ഞാ പറ്റത്തില്ല. തന്റെ തേങ്ങാക്കോല എനിക്ക് വേണ്ടെങ്കിലോ? പ്രശ്നം തീർന്നല്ലോ. ആ ഗോവിന്ദൻകുട്ടി അവിടെ നില്ലേ? നീ പിണങ്ങാൻ വേണ്ടി പറഞ്ഞൊന്നും അല്ല. താൻ വേറെ ആളെ നോക്കണം. അച്ഛാ, ഓ, എന്താ മോളെ? ബിസ്ക്കറ്റ്. മോളെടുത്ത് തിന്നോ? അച്ഛനോട് എന്തിനാ ചോദിക്കണേ? അച്ഛാ, എന്തോ? തീർന്നു. അയ്യോ, ബിസ്ക്കറ്റ് വാങ്ങണമല്ലേ? ആ, അതിനെന്താ? മോക്ക് എന്ത് ബിസ്ക്കറ്റാ വേണ്ടത്? അച്ഛൻ ഇന്ന് തന്നെ. അച്ഛാ, ആരോട്ട്. ആരോ റൂട്ട്? ആരോ റൂട്ട് തന്നെ വേണോ? ആ, വേണം. ഗോവിന്ദൻകുട്ടി, ആ. അയ്യോ, പലിശക്കാരൻ വന്നല്ലോ. പൈസക്കാരനാ? ആ, ഗോവിന്ദൻകുട്ടി, അച്ഛനവിടെ വിളിക്കും. ഗോവിന്ദൻകുട്ടി, ദാ ഇവിടെ. വാ. ആ പറഞ്ഞ തീയതിക്കാണ് ഞാനെത്തി. എന്നെ കണ്ടില്ല എന്ന് വെച്ച് കാശ് തരാതിരിക്കണ്ട. എന്താ മിണ്ടാത്തെ? എനിക്കൊരു അവധി കൂടെ തരണം. ഇടോ, തനിക്ക് 16 അവധി ഞാൻ തന്നില്ലേ? ഒരു 10 രൂപയെങ്കിലും താൻ തന്നോ? ഇനി ഒരു 100 അവധിയും കൂടെ തന്നാ താൻ പൈസ തിരിച്ചു തരുമോ? ഇയാൾ ഒരു ജോലിയും ചെയ്യില്ല. 10 സെന്റ് ഭൂമി എഴുതി തരാൻ പറഞ്ഞാൽ താൻ അതും ചെയ്യില്ല. പിന്നെ താൻ എങ്ങനെ കാശ് തരുമെന്നാ? ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാം. ഇത് ഞാൻ കുറെ കേട്ടതാ. ഇനി ആ വർത്താനം എന്നോട് വേണ്ട. എനിക്ക് ഒരു അവധി കൂടെ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്ന് തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്റെ വസ്തു വിറ്റിട്ടാണെങ്കിലും തരും. അങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിൽ വസ്തു എനിക്ക് തരണം. മറ്റാര് തരുന്നതിനേക്കാളും 10 രൂപ കൂട്ടി ഒരു വില ഞാൻ അങ്ങ് തരും. 10 ദിവസത്തെ അവധി കൂടെ ഞാൻ തരും. ഇനി ഞാൻ വരുമ്പോ ഒന്നുകിൽ പണം, അല്ലെങ്കിൽ കുറഞ്ഞത് 10 സെന്റ് ഭൂമി, രണ്ടിലൊന്നും എനിക്ക് കിട്ടിയിരിക്കണം. ഇപ്പൊ ഞാൻ പോകുന്നു. അച്ഛാ, പോയി. ഗോവിന്ദൻകുട്ടി ഈ സ്ഥലം വിൽക്കാൻ പോകണം. നിവർത്തിയില്ലാതെ വന്നാ പിന്നെ എന്ത് ചെയ്യും കുഞ്ഞുമോൻ ചേട്ടാ? നീ ഒരു കാര്യം ചെയ്യ് ഗോവിന്ദൻകുട്ടി. ഈ കുഞ്ഞിനെ വെച്ച് എന്തായാലും ജോലിക്ക് പോകാൻ പറ്റില്ല. മാത്രമല്ല നിന്നെക്കൊണ്ട് ഇതിനെ വളർത്താനും പറ്റില്ല. നീ ഈ കുഞ്ഞിനെ ഏതെങ്കിലും അനാഥാലയത്തിൽ ഏൽപ്പിക്കുക. അവർ നോക്കിക്കോളും. നിനക്ക് ജോലിക്കും പോകാം, മോളെ കാണണമെന്ന് തോന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുകയും ചെയ്യാം. എന്റെ കുഞ്ഞിനെ അനാഥാലയത്തിൽ കൊടുക്കാനോ? അതും ഞാൻ ജീവനോട്ടിരിക്കുമ്പോ? ചേട്ടന് ഇതെങ്ങനെ പറയാൻ തോന്നി? നീ ആലോചിച്ച് നോക്ക്. അന്നേരം നിനക്ക് മനസ്സിലാവും ഇതല്ലാതെ നിനക്ക് വേറെ വഴിയൊന്നുമില്ലെന്ന്. എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. ഞാൻ പറയാനുള്ള പറഞ്ഞു. പോവുകയായി.
ചേട്ടാ എനിക്ക് ഒരു 100 രൂപ നാളെ തിരിച്ചു തന്നേക്കാം. ഇല്ല ഗോവിന്ദകുട്ടി, 50, 100, 200 ആയിട്ട് നീ ഇപ്പൊ എത്ര തരാനുണ്ട് എനിക്ക്? ഒരു 5000 ഒക്കെ 6 മാസം മുമ്പേ കഴിഞ്ഞു. എല്ലാം നാളെ തരാമെന്ന് പറഞ്ഞ് വാങ്ങിയതാ. ചേട്ടാ അങ്ങനെ പറയല്ലേ ചേട്ടാ, ഞാൻ തരാം. ചേട്ടൻ്റെ എല്ലാ കടവും ഞാൻ വീട്ടും. മോക്കിത്തിരി ബിസ്ക്കറ്റൊക്കെ വാങ്ങണമായിരുന്നു. ഇനി ഒരിക്കലും നിനക്ക് കടം തരില്ല എന്ന് വിചാരിച്ച ഓരോ തവണയും ഞാൻ തരുന്നേ. എന്നാലും നീ ചോദിക്കുമ്പോൾ തന്നുപോകും. എന്റെ ഗതികേട് അല്ലാതെന്താ.